മലപ്പുറം കൊണ്ടോട്ടി നീറാട് സ്വദേശി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വൈദ്യുത വകുപ്പിന്റെ അനാസ്ഥയെന്ന ആരോപണം. KCB ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ഈ KCBയുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള ഒരു വീഴ്ചയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ പ്രതിഷേധം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അവിടെ ഇന്നലെ ഉച്ചയ്ക്കാണ് നീരാട് സ്വദേശി മുഹമ്മദ് ഷാ വീടിന് പുറകിലുള്ള കൃഷിയിടത്തിൽ ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വൈദ്യുതി ലൈൻ പൊട്ടി വീണായിരുന്നു ഷോക്കേറ്റ് മരണം ഉണ്ടായത്. ഇത് വൈദ്യുതി വകുപ്പിനെ പൊട്ടി വീണും ലൈൻ പൊട്ടി വീണെന്ന് പലതവണ അറിയിച്ചിട്ടും അവർ വന്ന് ഇത് നന്നാക്കുന്നതിനോ അല്ലെങ്കിൽ ആ വൈദ്യുതി ലൈൻ വിച്ഛേദിക്കുന്നതിനോ ഒരു നടപടിയും നിലപാടും സ്വീകരിച്ചില്ല എന്നതാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രധാനപ്പെട്ട ആക്ഷേപം. അത് KCBയുടെ വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് അവർ ആരോപിക്കുകയും ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് KCB സെക്ഷൻ ഓഫീസിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടത്തിയ. പ്രതിഷേധ മാർച്ചിലെ പോലീസ് അവിടെ തടഞ്ഞു. ഓഫീസിന് സമീപത്ത് വെച്ച് തടഞ്ഞു. ഉന്തും തള്ളുമുണ്ടായെങ്കിലും പിന്നീട് ആ മാർച്ച് ഇപ്പോൾ പുറത്ത് തുടരുകയാണ്. ശക്തമായ പോലീസ് കാവലിലാണ് ഇപ്പോൾ മാർച്ച് ഓഫീസും തുടരുന്നതെന്ന് തന്നെ പറയാം. കാരണം വലിയ തോതിലുള്ള വീഴ്ചയാണ് KCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള പ്രതികരണം തന്നെയാണ് ആ പ്രതിഷേധത്തിന് ഏറ്റവും വലിയ കാരണവുമായിട്ടുള്ളത്. എന്തായാലും ആ മാർച്ച് ഇപ്പോഴും തുടരുക തന്നെയാണ്. KCBയുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ അവർ തയ്യാറായിട്ടില്ല. അവ പരിശോധിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവരുടെ വിശദീകരണമായിട്ടുള്ളത്. എന്നാലും ഈ മാർച്ച് തുടരുകയാണ്. ലക്ഷ്മി, ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ മലപ്പുറത്ത്